നാരായണീയം ദശകം 13 ഹിരണ്യാക്ഷവധം. ഇപ്പോൾ കഴിഞ്ഞ ദശകത്തിൽ ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ പായ ചുരുട്ടിയെടുത്ത് കൊണ്ടുപോകും പോലെ ഭൂമിയെ ആ പ്രളയജലത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു എന്നാണ് പറഞ്ഞു നിർത്തിയത്. അടിയിലോട്ട് ഭൂമിദേവിയെ കൊണ്ടുപോയി. കള്ളത്തരവും ചതിയും മാത്രം അറിയാവുന്ന അസുരൻ ഞാൻ ഭൂമിയെ സ്വന്തമാക്കി എന്ന് അഹങ്കരിച്ച് നടന്നു. അപ്പം നിങ്ങളുടെ സന്തോഷമെല്ലാം കവർന്നെടുത്ത് പാതാളത്തിൽ തള്ളിയ ഒരു ഹിരണ്യാക്ഷൻ നിങ്ങളുടെ വീട്ടിലുമുണ്ടോ എന്ന് അവൻ്റെയും അവസാനത്തിൻ്റെ തുടക്കമാണ്. ശ്ലോകം 1 കേട്ടുകൊള്ളൂ. ഹിരണ്യാക്ഷം താവത് വരദ ഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജിംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർനാരദമുനി ശനൈരൂചേ നന്ദൻ ധനുജമഭിനിന്ദം സ്തവബലം. ഇതിൽ ഹിരണ്യാക്ഷവധമാണ് പറയുന്നത്. ഇതിൽ വിവരിക്കുന്നത് ഹിരണ്യാക്ഷനോട് താവത് അപ്പോൾ, ഹിരണ്യാക്ഷം താവത് ഹിരണ്യാക്ഷനോട് അപ്പോൾ, വരങ്ങൾ കൊടുക്കുന്ന ഭഗവാനെ, അത് മേൽപ്പത്തൂര് പറയാണ്. വരദ ഭവത് അന്വേഷണ പരം അങ്ങയെ അന്വേഷിച്ചും കൊണ്ട് ചരന്തം സാംവർത്തേ പയസി ഓടി നടക്കുന്ന ആ പ്രളയജലത്തിൽ കൂടി, സാംവർത്തേ ആ പ്രളയജലത്തിൽ കൂടി, നിജജംഘാ പരിമിതേ ഹിരണ്യാക്ഷൻ്റെ കാൽ വണ്ണ വരെ മാത്രമുള്ള വെള്ളത്തിൽ കൂടി ആ ഭഗവാനെ അന്വേഷിച്ച് ഓടി നടന്നു. എന്നുവെച്ചാൽ ഈ ഹിരണ്യാക്ഷനോട് യുദ്ധം ചെയ്യാൻ പറ്റുന്ന ഒരാൾ മഹാവിഷ്ണു മാത്രമാണ് എന്നുള്ളതിൽ അതിൻ്റെ ഭഗവാനെ അന്വേഷിച്ച് ഓടി നടക്കുകയാണ്. ഭവത് ഭക്തോ ഗത്വാ കപട പടുധീർ നാരദ മുനീഹി ഭഗവാന്റെ ഭക്തനും ഗത്വാ കപടബുദ്ധിയിൽ നല്ല സാമർഥ്യവുമുള്ള ആ നാരദ മഹർഷി ഹിരണ്യാക്ഷൻ്റെ അടുത്തേക്ക് പോയിട്ട് നാരദ മുനീഹി ഗത്വ കപട പടുധീർ നാരദ മുനീഹി ഹിരണ്യാക്ഷൻ്റെ അടുത്തേക്ക് പോയിട്ട് ശനൈരൂചയെ പതുക്കെ പറഞ്ഞു കൊടുത്തു. ഹിരണ്യാക്ഷനെ നന്ദൻ ആ ഹിരണ്യാക്ഷനെ ധനുജം ഒരുപാട് പുകഴ്ത്തിയും ഹിരണ്യാക്ഷൻ്റെ ബുദ്ധി ബലം എന്നതിനെയൊക്കെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ട് നിന്തിരുവടിയുടെ ബലത്തെ നിന്ദം സ്തവബലം നിന്തിരുവടിയുടെ ബലത്തെ നിന്ദിച്ചും കൊണ്ട് പതുക്കെ പറഞ്ഞു. ആ മഹാവിഷ്ണുവിന് ബലമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നുവെച്ചാൽ ഈ നാരദ മുനി മനഃപൂർവ്വം ഹിരണ്യാക്ഷനെ ഭഗവാന്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടി സൂത്രത്തിൽ പറഞ്ഞു എന്നാണ് ഈ 4 വരികളിലും പറയുന്നത്. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. ഹിരണ്യാക്ഷം താവത് വരദ ഭവദന്വേഷണ പരം ചരന്തം സാംവർത്തേ പയസി നിജജംഘാ പരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപട പടുധീർ നാരദ മുനി ശനൈരൂചേ നന്ദൻ ധനുജമഭിനിന്ദം സ്തവബലം.